ഞാൻ വിപിൻ പൊറശ്ശേരി. ഞാൻ ഇന്നുള്ളത് നമ്മുടെ നാട്ടുകാരനായ ശ്രീ ഉണ്ണിയേട്ടൻ്റെ അടുത്താണ്. നമുക്കറിയാം ഗോവിന്ദസ്വാമിയെ പോലീസിൽ പിടികൂടാൻ സഹായിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ താരായിരിക്കുകയാണ് ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉണ്ണിയേട്ടാ, എന്ത് തോന്നുന്നു ഇന്നത്തെ ഈ സംഭവങ്ങളെ പറ്റി? തോന്നുന്നു ചോദിച്ചാൽ എനിക്ക് എന്തോ ഒരു സംതൃപ്തി തോന്നുന്നു, ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഈ സൗമ്യ കേസാണ് കേസിൽ കയറുന്നത്. എൻ്റെ മകളുടെ ഒരു സൗമ്യമാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകത കാണുന്നുണ്ട്. രണ്ടാമത് ഈ എല്ലാവരും കൂടി ചേർന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര അഭിമാനം. എങ്ങനെയാണ് ആ കിണറ്റിൽ ഗോവിന്ദസ്വാമി അത് ഇന്ത്യയിൽ നിയമം എത്തിയിട്ടില്ല. ആദ്യം ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ആ സമയം നമ്മുടെ ഓഫീസിൻ്റെ പരിസരത്ത് പിന്നെ പോലീസും ആൾക്കാരൊക്കെ കൂടി പരിശോധന നടന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സ്വാഭാവികം നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവരോട് സഹായിക്കണമെന്നുള്ള. അപ്പോൾ ഞങ്ങളതുപോലെ ഒരു സഹായത്തിന് താഴോട്ട് ഇറങ്ങി എല്ലാ പരിസരങ്ങളും സെർച്ച് ചെയ്ത് നോക്കി. അന്നൊന്നും അവിടെയൊന്നും കണ്ടില്ല, എല്ലാ സ്ഥലം നോക്കാറ്. അപ്പോഴാണ് ഒരു മെസ്സേജ് കിട്ടുന്നത് ഇങ്ങനെ വോയിസ് അവൻ കണ്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം ആ റൂട്ടിലേക്ക് പ്ലാൻ പോയി. അവിടെ നോക്കി നമ്മുടെ ബാക്കിൽ എവിടെയും ഉണ്ടോ ഒരു സംശയം വന്നപ്പോൾ എൻ്റെ കൂടെ ഓഫീസറുണ്ടായിരുന്നു. അവൻ പറഞ്ഞു നമ്മൾ ചെറിയതാകോ നമുക്ക് നോക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു ചാവില്ല, ഒരു ഡോറാണ്. ആ ഡോറ് തുറന്ന് പോയി അവിടെ കിണറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡോറ് തുറന്ന് പോകുമ്പോൾ അവനെ കിണറ്റിന് കിണറ്റിലെ കയറി പിടിച്ചിട്ടാണ് ഉള്ളത്. കിണറ്റിൽ ഞാൻ ഒച്ച കേട്ട് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ഞാൻ ഈ ഡോറ് തുറന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് 30 സെക്കൻഡ് മേലെ വരുമല്ലോ. അത്രയും അവൻ പിടിക്കാൻ പറ്റില്ല, അവൻ പിടിക്കാൻ പറ്റില്ലോ. അവിടെ പൊങ്ങിയപ്പോൾ കറക്റ്റ് ഞാൻ ആ ഡോറിൻ്റെ അടുത്താണ് ഈ കിണറ്. അപ്പോൾ ഞാൻ അവനെ കണ്ടു. അവനെ കണ്ടിട്ട് ഞാൻ ഒച്ച നോക്കുമ്പോൾ അവനെ എൻ്റെ പറഞ്ഞ് ൂട്ടിക്കൊള്ളി ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ആൾ വച്ചിട്ടപ്പോൾ കുറച്ചുള്ള അവരവിടെ വച്ചിട്ടു. ആൾ കിട്ടി അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പോലീസ് സംഭവങ്ങൾ. നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ഭാര്യ സഹോദരനായ ഗോവിന്ദാട്ടൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഗോവിന്ദാട്ട, ഇപ്പം വാർത്തകളെല്ലാം ഉണ്ണിയേട്ടൻ അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പം പല ഇന്റർവ്യൂവും ചാനലുകാരൊക്കെ വന്നുപോയി. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഉണ്ണിയേട്ടൻ ചെയ്തതിൻ്റെ വളരെ അഭിമാനമുണ്ട്. വളരെ സംയോജിതമായ ആ സന്ദർഭത്തിൽ സംയോജിതമായ ഇടപെടൽ കാരണം പിന്നെ ഒരു ഗുരുതരം ചെയ്ത ആ കുറ്റവാളിയെ പിടിക്കാൻ സഹായിച്ചു. പോലീസിനെ ഒക്കെ വിളിച്ച് അവിടെ നിന്ന് കിണറായാലും ഒരുപക്ഷെ കാണില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്നേരം പോയി നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ലോക്ക് ചെയ്തിട്ട് വരും. പിന്നെ നാളെ ഓഫീസ് ലീവാണ്. അപ്പോൾ പിന്നെ രാത്രി ഒന്നുകിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ പറയുന്നത് സംഭവിക്കാം. പക്ഷേ രക്ഷപ്പെടേണ്ട ഒരു സാധ്യത എല്ലാവരും രണ്ടാമത്തെ സന്ദർഭമായിട്ട് ഇടപെട്ടു. അവിടെ പോയി ഒന്നുകൂടി നോക്കാമെന്ന് തോന്നിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയും ചെയ്തു. പിടിക്കാൻ സാധിച്ചു. വളരെ അഭിപ്രായം നമ്മുടെ കുറച്ചൊരു പുതിയ മനസ്സിലായ സെക്രട്ടറിയുമായ മനോജ് വർമ്മ ഇവിടെ ഉണ്ട്. മനോജ് വർമ്മക്ക് എന്താണ് പറയാനുള്ളത്? കുഞ്ഞാട്ടിനെ കുറിച്ച് പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ നല്ല എനിക്ക് ഏറ്റവും അടുത്ത കുടുംബത്തിലെ വ്യക്തിയാണ്. ചെറുപ്പം മുതലേ ഞാൻ കണ്ട് വളർന്നിട്ട് അദ്ദേഹത്തെ കുഞ്ഞാട്ടിനെ ഞാൻ പിന്നെ ഈ വാർത്ത കണ്ടോടുകൂടി ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ ബിസിയായിരുന്നു. നല്ല പിന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് നമ്മൾ പിന്നെ കുഞ്ഞാട്ടിൻ്റെ ഈ നേട്ടത്തിൽ എനിക്ക് സഹായിക്കാൻ ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരു ക്രിമിനലിനെ സഹായിക്കാൻ പിടിപ്പിടിക്കാൻ സഹായിച്ച കുഞ്ഞാട്ടിന് ഒരു നല്ല വാത്സല്യയുടെ പേര്, അതുപോലെ തന്നെ നാടിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഒരു നല്ല അഭിമാനമുണ്ട് എനിക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. തളരാത്ത മനസ്സും നാടിന്റെ ആദരവുമായി ഉണ്ണിയേട്ടൻ മുന്നോട്ട് പോവുകയാണ്. കൂടെ ഞങ്ങൾ പുറച്ചിരിക്കാൻ.